ഇന്നത്തെ വീഡിയോ ഒരു സ്നാക്കിൻ്റെ വീഡിയോ ആയിട്ടാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ആദ്യം തന്നെ നമുക്ക് ചിക്കൻ ഒന്ന് ഫ്രൈ ആക്കി മാറ്റി വെക്കാം. ഇനി ഒരു 2 വലിയുള്ളി, കരിവേപ്പില, മല്ലിച്ചപ്പ് ഇത് ഇട്ടിട്ടൊന്ന് നന്നായിട്ട് വേവിച്ചെടുക്കുക. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ആഡ് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള പെപ്പർ പൗഡറും പിന്നെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കനില്ല അതുകൂടെ ഇട്ട് കൊടുക്കണം കേട്ടോ. ആ വീഡിയോ എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായി പോയതാണ്. ഇനി നമുക്ക് ഇതിലേക്ക് വൈറ്റ് സോസ് റെഡിയാക്കാം. അതിന് വേണ്ടിയിട്ടൊരു പാൻ എടുക്കുക. അതിൽ ബട്ടർ ഇട്ട് കൊടുത്തതിന് ശേഷം മൈദ പിന്നെ അതുപോലെ പാൽ ഒഴിച്ച് കൊടുക്കുക. ഇനി അത് തിളച്ച് വന്നാൽ ഒരു സ്ലൈസ്ഡ് ചീസ് ഇട്ട് കൊടുക്കാം. ഇനി ഇതാ ഈ സോസില്ലേ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ഫില്ലിങ്ങിലേക്ക് കുറച്ച് നോക്കിയിട്ട് ആഡ് ചെയ്യുക. ഇനി നമുക്കിതിലേക്കുള്ള പൊടി കുഴച്ചെടുക്കുക. അതിന് വേണ്ടിയിട്ട് ഒരു ഗ്ലാസ് വെള്ളം എടുക്കുക. അതേ ഗ്ലാസ്സിൽ തന്നെ 1 ഗ്ലാസ് നിറച്ചും പൊടി ഇട്ട് കൊടുക്കുക കേട്ടോ. ഇനി ചൂടൊന്ന് തണിഞ്ഞതിന് ശേഷം നമുക്ക് കൗണ്ടർ ടോപ്പിലിട്ടിട്ട് ഒന്ന് നന്നായിട്ട് കുഴച്ചെടുക്കാം. ഇനി ഇതാ ഇതിങ്ങനെ കുഞ്ഞു ബോൾസാക്കി മാറ്റാം. ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു സ്നാക്ക്. ഉണ്ടാക്കാത്തവരാണെങ്കിൽ എന്തായാലും ഒരു വട്ടെങ്കിലും ഇത് ഉണ്ടാക്കി വെക്കണം. ഭയങ്കര ടേസ്റ്റാണ്. ഇത് നമുക്കിങ്ങനെ കുഞ്ഞു ബോൾസാക്കിയിട്ട് മാറ്റി വെക്കാം. അതിനുശേഷം നമ്മൾ പത്തിരിക്കൊക്കെ പരത്തില്ലേ അതുപോലെ ഇങ്ങനെ പരത്തിയെടുക്കാം. എന്നിട്ട് ഒരു മൂടി വെച്ചിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കുക കേട്ടോ. മൂടിയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഗ്ലാസ് ആയാലും കുഴപ്പമില്ല. ഇനി നമ്മൾ ഫില്ലിംഗ് ഇല്ലേ ഒരു ഭാഗത്ത് മാത്രം വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇങ്ങനെ നമ്മൾ അടക്കൊക്കെ ആക്കുന്ന മാതിരി അപ്പുറത്തെ ഭാഗത്തു നിന്ന് ഇങ്ങനെ ഇങ്ങോട്ട് മടക്കിയെടുത്തിട്ട് നല്ലോണം പ്രസ് ചെയ്യുക കേട്ടോ. അപ്പോൾ എത്രയേ ഉള്ളൂ. ഭയങ്കര ടേസ്റ്റാണ്. വേഗം ഉണ്ടാക്കാനും എളുപ്പമാണ് കേട്ടോ. ഇനി ഇതാ നമുക്ക് ബാക്കിയുള്ളതെല്ലാം അങ്ങനെ ആക്കിയെടുക്കാം. നമ്മൾ പൊടി ഇങ്ങനെ വേവിച്ചാക്കിയതിനുണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് അതിങ്ങനെ ഒട്ടിക്കിട്ടും കേട്ടോ. അങ്ങനെ ഞാനിതാ ബാക്കിയുള്ള എല്ലാം അങ്ങനെ ആക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് മൈദൻ്റെ മിക്സിൽ മുക്കിയിട്ടൊന്ന് ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തിട്ട് പൊരിച്ചെടുക്കാം. ഇനി മൈദൻ്റെ മിക്സല്ല കോഴിമുട്ടാണ് എടുക്കുന്നതാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല. അങ്ങനെ ഞാൻ എല്ലാം റെഡിയാക്കി കഴിഞ്ഞ് ഇനി നമുക്കിത് ചൂടായ എണ്ണയിലിട്ടിട്ട് പൊരിച്ചെടുക്കാം.
അപ്പോൾ ഇതാ നമ്മുടെ സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഭയങ്കര ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ ഓക്കെ, ബൈ.